ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അലോങ്സ്റ്റർ ഗെയിമർ. ഇന്നത്തെ വീഡിയോ ഒരു കഥയാണ്, ഗെയിം അല്ല കേട്ടോ. കഥയുടെ പേര് കൂട്ടുകാർ സ്വപ്നത്തിൽ ശത്രുക്കളെ തോൽപ്പിച്ചു. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. രാഘവൻ എന്നൊരാൾ മയക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുമ്പോൾ 8 PM ആയിരുന്നു സമയം. അവൻ ചുറ്റും നോക്കി. ഒരു നിഗൂഢമായ കാട് കറുത്തിരുണ്ടിരിക്കുന്നു. അവനെവിടെ ആരെയും കണ്ടില്ല. അവൻ നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലതും കിട്ടുമോ എന്ന് അന്വേഷിച്ച് അവൻ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുമ്പോൾ അവന് വളരെ പരിചിതമായ ഒരു ശബ്ദം അവൻ കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ സുഹൃത്തായ രാജനായിരുന്നു അത്. അവർ രണ്ടുപേരും ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. രാഘവൻ, നീ എങ്ങനെ ഇവിടെ എത്തി? രാജൻ, എനിക്കറിയില്ല, നീ എങ്ങനെ എത്തി? രാഘവൻ, എനിക്കും അറിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ഇവരെ ഒരു കാർ വന്ന് ഇടിച്ചു തെറിപ്പിച്ചു. പെട്ടെന്നിവർ അലറി. അവർ ഞെട്ടി കണ്ണു തുറന്നു. കാർ വന്നത് അവരുടെ ഒരു തോന്നലായിരുന്നു. അങ്ങനെ അവർ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വലിയൊരു ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. അവർ വീണ്ടും നടത്തം തുടർന്നു. അപ്പോൾ ആ ശബ്ദം വീണ്ടും കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ മറ്റൊരു സുഹൃത്തായ സോമനായിരുന്നു അത്. രാഘവനും രാജനും. നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? സോമൻ, എനിക്കറിയില്ല, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? രാഘവനും രാജനും, ഞങ്ങൾക്കും അറിയില്ല. അങ്ങനെ അവർ 3 പേരും വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവർ ഒരു ചെറിയ കുളം കണ്ടു. അവർക്ക് നല്ല ദാഹമുള്ളത് കൊണ്ട് അവർ ആ കുളത്തിൽ നിന്നും വെള്ളം കുടിച്ചു. വെള്ളത്തിന് നല്ല മധുരമായിരുന്നു. അവർ അത് ആസ്വദിച്ച് കുടിച്ചു. എന്നാൽ പെട്ടെന്ന് അവർ ബോധം കെട്ട് കുളത്തിലേക്ക് വീണു. രാഘവാ! അമ്മയുടെ വിളി കേട്ട് രാഘവൻ എഴുന്നേറ്റു. അപ്പോഴാണ് ഇതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ ഈ കാര്യം രാഘവൻ രാജനോടും സോമനോടും പറഞ്ഞു. അപ്പോൾ അവർ ഞെട്ടി. അവർ 3 പേരും ഇതേ സ്വപ്നം കണ്ടിരുന്നു. അവർ 3 പേരും ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ അവരുടെ 3 പേരുടെയും ഫോണിലേക്ക് ഒരു വീഡിയോ മെസ്സേജ് വന്നു. അവർ അത് കണ്ട് നോക്കിയപ്പോൾ വീണ്ടും ഞെട്ടി. അവർ സ്വപ്നത്തിൽ കണ്ട അതേ കാര്യമാണ് വീഡിയോ. എന്നാൽ അതിൽ ഇവർ കുളത്തിൽ വീണതിന് ശേഷമുള്ളത് കൂടി ഉണ്ടായിരുന്നു. 2 പേർ വന്ന് കുളത്തിൽ നിന്ന് ഇവരെ എടുത്ത് പുറത്ത് വെച്ചു. എന്നിട്ട് ഇവരെ എങ്ങോട്ടോ കൊണ്ടുപോയി ഇവരുടെ പുറകിൽ ഒരു ടാറ്റു അടിച്ചു. അവരെ 3 പേരെയും അവരുടെ വീട്ടിൽ തന്നെ കൊടുന്നു കിടത്തി. ഇവർ ഈ വീഡിയോ കണ്ട ശേഷം അവരുടെ ഷർട്ട് ഊരി നോക്കിയപ്പോൾ അവരുടെ പുറത്ത് ആ ടാറ്റു ഉണ്ടായിരുന്നു. അവരിപ്പോഴുള്ള രാജൻ്റെ വീടിൻ്റെ ജനൽ കമ്പി പൊട്ടിയിരിക്കുകയാണ്. ഇവർ നോക്കിയപ്പോൾ രാഘവൻ്റെയും സോമൻ്റെയും വീട്ടിലെ ജനലിൻ്റെ കമ്പി പൊട്ടിയിരുന്നു. ഇവർ ആകെ അന്തം വിട്ടുപോയി. ഇവർ ഈ കാര്യം രഹസ്യമാക്കി വെച്ചു. അങ്ങനെ രാത്രിയായി. ഈ കാര്യങ്ങൾ ആലോചിച്ച് ഇവർക്ക് ഉറങ്ങാനേ തോന്നിയില്ല. എന്നാൽ ആലോചിച്ച് ഇവർ 3 പേരും ഉറങ്ങിപ്പോയി. കുറച്ചു സമയത്തിനു ശേഷം രാഘവൻ കണ്ണു തുറന്നു. സമയം 8 PM. ഇവർ അതേ കാട്ടിൽ. ബാക്കി അടുത്ത പാർട്ടിൽ. ഈ വീഡിയോ കഴിഞ്ഞു. ഓക്കെ, ബൈ.